نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് ഇൻഷിഖാഖിലെ നമ്മൾ പല പ്രാവശ്യങ്ങളായി കേട്ട വളരെ ചെറിയ ഒരു വചനമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹ, നീ നിന്റെ റബ്ബിങ്കലേക്ക് ക്ലേശം അനുഭവിച്ച് അങ്ങനെ ധൃതിപ്പെട്ടു ഓടുകയാണ്. ഫമുലാഖീഹി, അങ്ങനെ അവനെ നീ കണ്ടുമുട്ടുകയും ചെയ്യും. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആദ്യം കേട്ട ശബ്ദം, വാക്ക് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ പലരും പറയും ഓർമ്മയില്ല എന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ജനിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ കാതിൽ നമ്മൾ ആദ്യം എന്താ കേൾപ്പിച്ചു കൊടുക്കുക? അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലേ? ഞാൻ അങ്ങനെ ചോദിച്ചത്
നമ്മൾ ആദ്യം കേട്ടത് അല്ലാഹു അക്ബർ ആണെങ്കിൽ, ഇങ്ങനെ അള്ളാഹുവിനെ കേട്ട് ദുനിയാവിലേക്ക് വരാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഭൂമുഖത്ത് അള്ളാഹുവിന്റെ ഏറ്റവും അനുഗ്രഹീതരായ വിഭാഗമാണ് നമ്മൾ. കലിമത്തു ഷഹാദയുടെ ആളുകളായി അള്ളാഹു നമ്മളെ മാറ്റിത്തന്നു. അതേ രൂപത്തിൽ വളരാനുള്ള സൗകര്യം അള്ളാഹു തന്നു. ഓക്കേ, ഓരോ സമയവും നമ്മൾ അനുഗ്രഹമാണ്. നമുക്ക് ഓരോ സമയവും അനുഗ്രഹമാണ്. നമ്മളാരും ഹജ്ജിലോ ഉംറയിലോ അപൂർവങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു ഹാജിയും ഹറം സ്ഥലങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവാറില്ലല്ലോ. ഏതൊരു ഖുത്ബയും അവസാനിക്കുമ്പോ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അവരിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അനുഗ്രഹം കൊടുക്ക് എന്ന് പ്രാർത്ഥിച്ചല്ലേ നമ്മൾ പിരിയുള്ളൂ. അത് ദുനിയാവിലാണെങ്കിൽ വാനലോകത്ത് നോക്കിയേ, അല്ലദീന യഹ്മിലൂനൽ ഹർശ വമൻ ഹൗലഹു, അങ്ങനെ തുടങ്ങുന്നുണ്ട് സൂറത്ത് ഗാഫിറിലൊരു വാക്കുണ്ട്. അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മാലാകമാര് ഓരോ നിമിഷവും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ? നമ്മെ ജന്മനാ സൗഭാഗ്യവാന്മാരായി അള്ളാഹു തെരഞ്ഞെടുത്തു. ഈ സൗഭാഗ്യം ചെന്നെത്തുന്നത് സ്വർഗത്തിലാണ്. ഈ സൗഭാഗ്യം കിട്ടാത്ത ആളുകൾ ചെന്നെത്തുന്നത് നരകത്തിലാണ്. ഈ സ്വർഗം നേടിയെടുക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രിയരെ ചില മുന്നൊരുക്കങ്ങൾ, പ്ലാനിങ് ആവശ്യമാണ്. ഏതൊരു കാര്യത്തിനും ഒരു മുന്നൊരുക്കം വേണം, ഒരു പ്ലാനിങ് വേണം. ഇസ്ലാമികപരമായി നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടുന്ന, ഒരുക്കി നിർത്തേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഞാനത് പിന്നീട് പറയാം. ഒരുക്കങ്ങളിൽ പ്രധാനം നമ്മുടെ മനസ്സാ. ആ മനസ്സിനെ നമ്മൾ എങ്ങനെ പാകപ്പെടുത്തണമെന്നറിയോ? ഇൻഷാ അല്ലാഹ് ഒരു 2 വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തേണ്ടത്? നിങ്ങൾ ഇസ്ലാമിലുള്ള ഓരോ ഇബാദത്തുകളും പരിശോധിച്ചു നോക്ക്. അതെങ്ങനെ നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് വല്ലാത്ത അഭിമാനം, അത്ഭുതം തോന്നും. നാട്ടിലൊരുപാട് മതവിഭാഗങ്ങളുണ്ട്. എന്നാൽ ജാതികളോ മതങ്ങളോ പലതരത്തിലുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെ അവർക്കുണ്ട്. ഇസ്ലാമിലെ ഒരു ആരാധനാ കർമ്മവും മറ്റാരിൽ നിന്നും കടം വാങ്ങിയതല്ല. അല്ലേ? അല്ലെ? ഓരോന്നെടുത്ത് നോക്കണ്ട്. നമ്മുടെ നിസ്കാരം അത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയാണ്. നമ്മുടെ നോമ്പ്, നമ്മുടെ ഹജ്ജ്, നമ്മുടെ സക്കാത്ത് എല്ലാം ഒരു വലിപ്പത്തിനു വേണ്ടി പറയല്ല, നിങ്ങൾ ആലോചിക്കാൻ പറഞ്ഞതാ. ആരിൽ നിന്നും ഒന്നും കടമെടുത്തതല്ല. മാത്രമല്ല, ഈ ആരാധനാ കർമ്മങ്ങളോട് കടപിടിക്കാൻ പറ്റുന്ന ഒരാരാധനാ കർമ്മങ്ങളും മറ്റൊരാൾക്കും ഇല്ലതാനും. ഇപ്പോ നിങ്ങൾ നിസ്കാരം, സക്കാത്ത്, നോമ്പ് ഒക്കെ എടുത്തു നോക്കി, ഹജ്ജൊക്കെ എടുക്കുകയും നമസ്കാരത്തെക്കുറിച്ച് ഈ രാജ്യത്തെ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ നമസ്കാരങ്ങളുമായി നല്ലത് പറയണമെന്ന് യാതൊരുവിധ ബാധ്യതയുമില്ലാത്ത ആചാര്യന്മാരെന്നറിയപ്പെടുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അത് സൂപ്പർ യോഗയാണ്. അതിനു വേണ്ടിയിട്ടല്ലോ നിസ്കരിക്കണത്, അതിനല്ല. പക്ഷെ അവർ പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞത്. ഇസ്ലാമിലെ നോമ്പിന്റെ രീതി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത്ര ഒരു സൂപ്പർ ഫാസ്റ്റിംഗ് രീതി ഇതിലല്ലാതെ വേറൊന്നില്ല. ഓരോന്നും എടുത്തു നോക്കാം, നമുക്ക് അതിന് സമയമില്ല. വുളു ആരെടുക്കാൻ പറഞ്ഞതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല പറഞ്ഞത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് പറഞ്ഞത് വുളു എടുക്കാൻ. ആ വുളുവിന്റെ ഓരോ കർമ്മങ്ങളെ കുറിച്ചും അതിന്റെ രീതി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതിലൊക്കെ ഉണ്ട് ഓരോ കർമ്മങ്ങളുടെ രീതിയുണ്ട്. അതൊക്കെ അതിന്റെ ആ മസാജിങ് രീതി വെറുതെ വെള്ളം നനച്ചെടുക്കലല്ല കേട്ടോ. ഈ ബോറിക്കുല തെറാപ്പി എന്ന് പറഞ്ഞ തെറാപ്പി ഉണ്ടല്ലോ, ചെവിയിൽ ഇങ്ങനെ തടവുക എന്ന് വെച്ചാൽ എന്തിനാണത്?
വളരെ പ്രധാനപ്പെട്ട ശരീരത്തിലെ പ്രഷർ പോയിന്റുകൾ നിൽക്കുന്നത് നമ്മുടെ ഞെരിയാണിക്ക് താഴെയും നമ്മുടെ ഈ കൈപ്പത്തിയിലും ഈ കൈപ്പടത്തിലും ചെവിയിലും ഇതിലൊക്കെയാണ്. ഇതിലുള്ള മസാജ് ആന്തരിക അവയവങ്ങൾക്ക് ബലം കൂട്ടുന്നതാണ്. അതിനല്ല ഇത് തടവേണ്ടത്. പക്ഷേ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്തെല്ലാം നമ്മൾ വിചാരിക്കാതെ കിട്ടുന്നു. പ്രിയരെ, ഞാൻ പറഞ്ഞത് വളരെ അഭിമാനത്തോടെയാണ്. നിസ്കാരത്തിലും നോമ്പിലും ബാങ്ക് കൊടുക്കുന്നത്, ഈ പള്ളിയിലേക്ക് വരുന്നതെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇസ്ലാമിലെ ഇബാദത്തുകൾ കൊണ്ട് ഒരു മനുഷ്യനും ഈ ലോകത്തൊരു ശല്യമില്ല, ഒരു ദോഷമല്ല. മുസ്ലിമീങ്ങളുടെ നിസ്കാരം കൊണ്ട് കുടുങ്ങി, അവരുടെ നോമ്പ് നമുക്ക് ശല്യമായി, അവരുടെ ഹജ്ജ് കൊണ്ട് നാട് കുട്ടിച്ചോറായി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? ഇല്ലല്ലോ. പക്ഷെ ചിലതുകൊണ്ടൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ മൈക്ക് കൂടി അള്ള പറയാത്ത പലതും ഒക്കെ പുറത്തേക്ക് വിടുമ്പോ ചിലപ്പോ ശല്യമായിട്ട് വരുന്നുണ്ടാവും. അള്ള പറഞ്ഞതിൽ യാതൊരു കുഴപ്പമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ല. നോക്കി ആലോചിച്ച് നോക്കി, പല വിഭാഗങ്ങളുടെയും ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് എന്തുമാത്രം പരിസര മലിനീകരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ചേർത്തി വായിച്ചാൽ മതി. ഞാനത് പറയാനല്ല, ഒരു ഹജ്ജിന്റെ ഒക്കെ ക്രമീകരണങ്ങൾ നോക്കണം. 10-35 ലക്ഷം ജനങ്ങൾ വന്നിട്ട് ഒരൊറ്റ മനുഷ്യന് പോലും അവിടെ അസ്വസ്ഥതകൾ ഉണ്ടായി എന്ന് പറയുന്ന പ്രശ്നം തന്നെയല്ല. ചൂടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം 55-56 ഡിഗ്രി ചൂടിലൊക്കെ നിൽക്കുമ്പോൾ അതിനും ക്രമീകരണങ്ങളുണ്ട്, സമയങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്ര കൃത്യ. ഇനി നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. എന്താ പറയാ, അഭിമാനബോധം കൽബിൽ തോന്നണം. അല്ലാതെ ഒരു അമലിലേക്ക് പോയാൽ സംതൃപ്തി ഉണ്ടാവില്ല. മതത്തിൽ പല ബിദ്അത്തുകളുമുണ്ട്, ഇബാദത്തുകളിൽ പല ബിദ്അത്തുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബാദത്തുകൾ പരിശോധിച്ചാൽ പല നിലക്കുള്ള ബിദ്അത്തുകൾ ഉണ്ടെങ്കിലും ഇബാദത്തുകളിൽ പൊതുവെ ബിദ്അത്തുകൾ കുറവാണ്. നിസ്കാരം എടുത്ത് നോക്കിയാൽ ബിദ്അത്തിൽ ഉണ്ടാവില്ല. നോമ്പിൽ എന്താ ബിദ്അത്ത്? ഒന്നുമില്ല. സക്കാത്തിൽ എന്താ ബിദ്അത്ത്? ഇല്ല. ഹജ്ജിൽ ബിദ്അത്ത് ഒട്ടുമില്ല. അല്ലെ? ബിദ്അത്തുകൾ നിൽക്കുന്നത് വേറെ. എന്ന് വെച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 1500 കൊല്ലത്തിലധിക കാലമായി കേടുകൂടാതെ ഈ ഓരോ ആരാധനാ കർമ്മങ്ങളെയും ദീനരെയും സംരക്ഷിച്ചു നിർത്തുകയാണ്. ഈ ഒരു അഭിമാന ബോധത്തോടെ, മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഇൻഷാ അല്ലാഹ് ശഅബാൻ കഴിഞ്ഞ് നമ്മൾ എവിടേക്ക് കടക്കേണ്ടത്? റമളാനിലേക്ക് കടക്കേണ്ടത്. അല്ലെങ്കിൽ മനസ്സ് നിറയെ സന്തോഷമില്ലെങ്കിൽ അത് ഭാരമായി തോന്നും. നമുക്ക് ഭാരമായി തോന്നരുത്. എല്ലാ ഇബാദത്തുകളെയും അതിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം? അതിന്റെ കൂടെ വരണേ. എല്ലാ ഇബാദത്തുകളെയും നമ്മൾ സമീപിക്കേണ്ടത് എങ്ങനെയാണ്? ഒരൊറ്റ വാക്കേ ഉള്ളൂ, അല്ലാഹു എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഒരു വാക്കുകൂടി പറഞ്ഞു, ഹുനഫാ, ഹനീഫ്, ഋജുമാനസ്കൻ, വക്രതയില്ലാതെ, വളവില്ലാതെ, യാതൊരു തെറ്റുകളും ഇല്ലാതെ സർവദാ എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്യണം. അപ്പൊ എന്താ വരണ്ടേ നമ്മുടെ മനസ്സിൽ? എന്തിനാണിത് ചെയ്യണത്? എന്റെ റബ്ബിനോട് പറഞ്ഞു. നേരെ മനസ്സിന് അങ്ങനെ തന്നെ തിരിച്ചു വെക്കണം കേട്ടോ. ഒന്നിന്റെ കൂടെ ഇങ്ങനെ നടന്നു വരണം. മനസ്സിന് അങ്ങനെ തന്നെ തിരിച്ചു വെക്കണം. എന്റെ റബ്ബ് പറഞ്ഞു, എനിക്കത് ഇഷ്ടമാണ്. കാരണം ഈ ഭൂമി ലോകത്തല്ല, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലേ? എങ്ങനെ? നമ്മളുടെ ഇബാദത്ത് കൊണ്ടാണ് അള്ളാഹു നിലനിൽക്കണമെന്ന് ആർക്കും തോന്നണ്ട. എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്ത കോടിക്കണക്കിന് ജീവജാലങ്ങൾ, എങ്ങനെ നമ്മുടെ എണ്ണത്തെക്കാൾ എത്രയോ എണ്ണത്തിലുള്ള ജീവജാലങ്ങൾ അനുനിമിഷം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. അല്ലാഹ് പറയുന്നുണ്ട്, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസ് വൽ ഖമർ വൻ നുജൂം വൽ ജിബാൽ വശജർ വദ്ദവാബ് വകസീറുൻ മിനൻ നാസ്. നമ്മളെ പറഞ്ഞപ്പോൾ മാത്രം കുറച്ച് ജനങ്ങൾ എന്ന് പറഞ്ഞോളൂ. അള്ളാഹുവിന് ആരൊക്കെ സുജൂദ് ചെയ്യുന്നു? മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരെല്ലാം, വശംസ് സൂര്യനും ചന്ദ്രനും, വന്നുജൂം നക്ഷത്രങ്ങൾ, വൽ ജിബാൽ പർവ്വതങ്ങൾ, വശജർ എല്ലാ മരങ്ങളും സസ്യലതാദികളും, വദ്ദവാബ് എല്ലാ ജീവജാലങ്ങളും, വകസീറുൻ മിനൻ നാസ്
കുറച്ച് മനുഷ്യന്മാരും. അപ്പൊ അതില് നമ്മൾ ചിലപ്പോ ഏതിലാ പെടുക നിങ്ങൾ നോക്കണേ. അപ്പൊ ഞാൻ നോമ്പ് നോൽക്കുന്നതായിരിക്കാം ഈ നാട്ടിൽ വന്നു പൊട്ടിഞ്ഞ് വേറെ ഇതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെയല്ല. എന്റെ റബ്ബ് പറഞ്ഞു, ഇതുമായി ഞാൻ എന്റെ റബ്ബിലേക്ക് അടുക്കുകയാണ്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖിഹി. നമ്മൾ നമ്മുടെ റബ്ബിങ്കലേക്ക് ഓടുക. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള യാത്രയാണിത്, അല്ലേ? നമ്മൾ എവിടേക്ക് നടക്കുകയാണെങ്കിലും നമ്മളുടെ നടത്തെവിടുക്ക, നമ്മുടെ കബറിലേക്കാ, നമ്മുടെ റബ്ബിങ്കലേക്കാ. ആ എത്തിപ്പെടുന്ന സമയം അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിച്ച കൂട്ടത്തിലാവണം നമ്മള്. നിർബന്ധ കർമ്മങ്ങളിലൂടെയല്ലാതെ അള്ളാഹുവിന്റെ അടുപ്പം നേടാൻ കഴിയില്ല. നിങ്ങൾ നോക്കിയേ, നിസ്കരിക്കാത്ത മനുഷ്യനെ ശിക്ഷിക്കാൻ യാതൊരു ഭൗതിക ചുറ്റുപാടും നിലനിൽക്കാത്ത സമയത്ത് ക്ഷീണവും പ്രയാസങ്ങളും ഉണ്ടാവുമ്പോഴും രാവിലെ ഇങ്ങനെ ഉറക്കം പിടിച്ചു വരുമ്പോഴും ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോ എഴുന്നേറ്റ് വരുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ അവന്റെ റബ്ബിങ്കിലേക്കാണ് അടുക്കുന്നത്. ഒരു കോടതിയും ഒരു പോലീസും പിടിക്കാത്ത സമയത്ത് കണക്ക് കൃത്യമായി കൂട്ടി, എവിടെ ധനത്തിന്റെ കണക്ക് കൃത്യമായി നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അവൻ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്, ചെയ്ത് തീർക്കുകയല്ല. അങ്ങനെ വിചാരിക്കരുത്, അങ്ങനത്തെ മനോഭാവമല്ല. ഞാൻ ഈ കർമ്മങ്ങളിലൂടെ എന്റെ റബ്ബിങ്കലേക്ക് അടുക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥാനത്ത് എനിക്ക് എത്തിപ്പെടണം. നമ്മുടെ മനസ്സതാ വേണ്ടിണ്ടാവും, മനസ്സിനെത്തിരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന സ്ഥാനത്ത് എനിക്ക് എത്തണം. അതിനാണ് നമ്മൾ ഈ ഇഖ്ലാസ് എന്ന് പറയാ. ഇഖ്ലാസ് ശരിയായാൽ ഒരു ഗുണം എന്തറിയോ? ഇഖ്ലാസ് ശരിയായാൽ നമ്മൾ ചെയ്തില്ലെങ്കിലും നമുക്ക് കൂലി കിട്ടും. നേരെ പഠിക്കേണ്ട വിഷയം അതാണ്. നമ്മൾ ചെയ്ത് നമ്മുടെ നിയ്യത്ത് ശരിയായി, മനസ്സ് ശരിയായാൽ ചെയ്താലും കിട്ടും, ചെയ്തില്ലെങ്കിലും കിട്ടും. ഇതൊക്കെ അറിയുന്ന ചരിത്രം ഉണ്ടല്ലോ. തബൂക്ക് യുദ്ധം തുടങ്ങാം, ഒരുപാട് ഭയങ്കര കനപ്പുള്ള ദാരിദ്ര്യമുള്ള സമയ. യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. നബിയെ, ഞങ്ങൾ വരാന്ന് പറഞ്ഞു. പക്ഷെ ഇവരെ കൊണ്ടുപോകാൻ, തബൂക്കിലേക്ക് പോവാൻ യാത്രാ സൗകര്യമില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഒരായത്തിന്റെ അർത്ഥമാണ് സൂറത്ത് തൗബയിലെ 92-ാമത്തെ ആയത്താണ്. ആ സമയത്ത് അവര് വീട്ടിലേക്ക് തിരിച്ചു പോകുക, നിങ്ങളെ കൊണ്ടുപോവാൻ യാത്രാ സൗകര്യമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപ്പോ അവരെന്താ പറയുന്നറിയാമോ? തവല്ലൗ വഅയുനുഹും തഫീലു മിനദ്ദം മഅ ഹസ്നൻ അല്ലാ യജിദു മാ യുൻഫിഖൂൻ. ഒന്നും കൊടുക്കല്ല, പോകാൻ കഴിയില്ല. ദുഃഖഭാരത്താൽ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ആ സഹാബത്തിനെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഓർക്കണമെന്നറിയോ? ആ വിശ്വാസം, കരഞ്ഞ കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീരിനെ അള്ളാഹു മറക്കൂല. തബൂക്കിലേക്ക് പോവുക, പോയി ഒരു ഭാഗത്ത് വിശ്രമിക്കുമ്പോ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അഖ്വാമൻ ഖല്ലഫനാ ബിൽ മദീന. കുറച്ചാളുകൾ മദീനത്ത് നമ്മൾ അവരെ വിട്ടേച്ചു പോന്നല്ലോ. മാ സലക്കനാ ശഅബൻ വലാ വാദിയൻ ഇല്ലാ വഹും മഅനാ ഹബിസഹുമുൽ ഉദ്ർ. നമ്മൾ എവിടെ ചെന്നാലും ആ ജനം നമ്മുടെ കൂടെയുണ്ട്, അവർക്ക് പ്രതിഫലമുണ്ട്. അവരെ തടഞ്ഞു നിർത്തിയത് ചില തടസ്സങ്ങൾ മാത്രമാണ്. നീ ചെയ്താലോ ഇരട്ടി കൂലിയ, ചെയ്തില്ലെങ്കിലോ നിയ്യത്ത് നന്നായി. ഇനി നിയ്യത്ത് ശരിയാവാതെ, ഞാനത് പറഞ്ഞു പോണേ ഉള്ളൂ കേട്ടോ, നിങ്ങൾ പഠിക്കണം നല്ല പോലെ. നിയ്യത്ത് ശരിയാവാതെ, ഒന്ന് അനങ്ങിയിരിക്കും നിങ്ങള്. നിയ്യത്ത് ശരിയാവാതെ നമ്മൾ എന്ത് ചെയ്താലും, എത്ര ത്യാഗം അനുഭവിച്ചാലും അള്ളാന്റെ അടുക്കൽ കൂലിയില്ല. എന്നാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ മുഴുവനും ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂദാവൂദ്, ഇവരുടെയൊക്കെ റഹിമഹുമുള്ള, ഇവരുടെയൊക്കെ ഗ്രന്ഥം തുടങ്ങുന്ന ആയിരക്കണക്കിന് ഹദീസുകൾ തുടങ്ങുന്നത് ഏതറിയോ? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഒരു ഹദീസ് പറഞ്ഞിട്ടാ. ഇത് കഥ മുഴുവൻ പറഞ്ഞു തരില്ല, സൂചന മാത്രം പറഞ്ഞു തരിക. ഇത് ഒരാളെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടി താല്പര്യപ്പെട്ട് മുസ്ലിമായി മക്കത്തുനിന്ന് മദീനത്തേക്ക് ഹിജ്റ വന്നിട്ടുണ്ട്. കഥയിൽ അത് പറഞ്ഞു തരുന്നുണ്ട്. ഉമ്മി ഖൈസിനെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി വന്ന മുഹാജിർ ഉമ്മി ഖൈസ് എന്ന് വരെ ചരിത്രത്തിൽ പേര് കൊടുത്തിട്ടുണ്ട്. ഇയാളെ കഷ്ടപ്പാട് ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അറിഞ്ഞപ്പോ പറഞ്ഞു,
ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഓരോരുത്തർക്കും അവർ നിയ്യത്ത് വെച്ചുണ്ട്. അള്ളാഹും റസൂലിനും വേണ്ടിയാണോ ഹിജ്റ, അതവർക്ക് കിട്ടും. ഭൗതികമായി വല്ല താല്പര്യത്തിനു വേണ്ടിയാണോ, അതും അവർക്ക് കിട്ടും. സഹോദരങ്ങളെ, പള്ളിയിലേക്ക് ഒരാൾ വരിക, ലാ യഖ്രിജുഹു ഇല്ല സ്വലാ, നിസ്കാരത്തിന് വേണ്ടിയല്ലാതെ അവൻ നടന്നു വരണില്ല, ഒന്നുകൊടുത്ത് പ്രാർത്ഥിച്ചു വരിക. ആ സമയത്ത് നോക്കിയേ, അള്ളാഹു അവന്റെ മേൽ മലായികത്തീങ്ങളെ ഇറക്കിക്കൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നിയ്യത്ത് മാത്രമേ ശരിയാക്കേണ്ടത്. ഒരു സഫിൽ 10 ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, എല്ലാരും ചെയ്യുന്നത് ഒന്നാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരേ പ്രാർത്ഥനയാണ്, കർമ്മങ്ങളാണ്. കിട്ടുന്ന കൂലിയോ? കൂലി വ്യത്യസ്ത. കാരണം എന്താണ്? 10 പേർക്കും 10 വിധത്തിലുള്ള കൂലിയാണ്. ചെയ്യുന്ന പണിയൊന്ന ആണ്. മനസ്സ് ശരിയാകണം എന്ന് പറഞ്ഞു. മനസ്സാദ്യം ഒന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു വെക്കണം. ഏത് അമല് പറയുന്നിടത്തും ഈമാന് ഇഹ്തിസാബ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അമല് ശരിയാണെങ്കിൽ ഈമാനും ഇഹ്തിസാബും ശരിയാകണം. മഹാന്മാരായ ഉലമാ മനസ്സിനെ അപഗ്രഥിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനികളാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല, അതേപോലെ തന്നെ ഷാ വലിയുല്ലാഹി ദഹ്ലവി എന്ന് പറയുന്ന മഹാന്മാരായ ഉലമാ. അവര് പറയണെന്തറിയാമോ? അവര് മറ്റ് അവയവങ്ങൾക്ക് രോഗം ബാധിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനും രോഗം ബാധിക്കും. മനസ്സിന് രോഗം വന്നോന്നറിയ എങ്ങനെയെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ വേണ്ടത്ര മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സ് രോഗാതുരമാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ മനസ്സ് നന്നായിട്ട് ശരിയായി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? അമല് ശരിയാൻ ഉലമാ എണ്ണിയത്, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല എണ്ണ, ഒന്നാമത്തത് അസ്സുആൽ. എന്താ സുആൽ എന്ന് പറഞ്ഞാൽ, ഒരു പണി ചെയ്യാൻ തുടങ്ങുമ്പോ നമ്മൾ ഉടനെ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന്. ഈ ഇന്ററാക്ഷൻ മെത്തേഡ് ഉണ്ടല്ലോ, ആധുനിക മോഡേൺ സൈക്കോളജിയിലാവട്ടെ ഏത് കാലത്തും പരസ്പരം ഇങ്ങനെ ചോദിച്ചു തുടങ്ങാം. മനുഷ്യരായ നമ്മൾ ഒറ്റക്ക് വർത്തമാനം പറയോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ ഒറ്റക്ക് വർത്തമാനം പറയും. ഇപ്പൊ ഇവിടുന്ന് റോട്ടിൽ കിടക്കുകയാണ്, അങ്ങോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണക്കൂട്ടി ചോദിച്ചുകൊണ്ട് തന്നെയല്ലേ നടക്കുക. ചോദിക്കും മനുഷ്യൻ. സുആൽ, ഒന്നാമത്തെ ചോദ്യം വരണം. ചോദ്യത്തിന്റെ വലിയ പ്രത്യേകത എന്തറിയാമോ? എന്തിനാണ് നോമ്പ്? ബാക്കി അതിന്റെ ബയാനൊക്കെ പിന്നീട് പറഞ്ഞു തരണ്ട്. എന്തിനാണ് നോമ്പ്? ഉത്തരം കിട്ടണം, ഉള്ളിൽ നിന്ന് ഉത്തരം വരണം. എനിക്കെന്റെ റബ്ബിന്റെ വജ്ഹ് കാണണം, എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കണം. ഓക്കേ, ഒരു റമളാനിന്റെ 30 രാപ്പകലുകള് നോമ്പിൽ നമ്മൾ കഴിച്ചുകൂടിയിട്ട് രാത്രി നിസ്കരിച്ചിട്ട് പറയത്തക്ക ജീവിത മാറ്റമോ, നിഷിദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കഴിവോ, പുതിയ നന്മകളോ ജീവിതത്തിലേക്ക് ചേർക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ടതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനോട് ആലോചിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നാമതായി ചോദിക്കണം നമ്മൾ മനസ്സിനോട്, ഞാൻ മരിച്ച എനിക്ക് എന്താ കിട്ടുക? നിങ്ങളോടുള്ള ചോദ്യമല്ല കേട്ടോ, നിങ്ങൾ ഒന്ന് ഒഴിഞ്ഞിരുന്ന് കേൾക്കണം. ഞാൻ മരിച്ച എനിക്ക് എന്താ കിട്ടുക? സഹോദരങ്ങളെ, നമ്മൾ ഉണ്ടാക്കിയതൊന്നും നമുക്ക് കിട്ടൂല. എത്ര കോടികളുടെ ആസ്തി ഉണ്ടെന്നുണ്ടെങ്കിലും 3 കഷ്ണം തുണി മാത്രം തന്നിട്ടാണ്ട് വിടും. വേറെ ഒന്നും ഞമ്മക്കില്ല, അതൊക്കെ വേറുള്ള ആൾക്കാർക്കാ. ഞാൻ മരിച്ചാൽ എനിക്കെന്ത് കിട്ടും? ആ ഒരൊറ്റ ആലോചന വന്നാൽ, റബ്ബേ ഈ റമളാൻ ഒന്നുകൂടി എനിക്ക് കിട്ടിയാൽ ഇതുവരെയുള്ള എന്റെ കുറവുകളെല്ലാം ഈ റമളാനിലൂടെ തീർക്കാമല്ലോ. മനസ്സ് പാകപ്പെട്ടു വരണം. ആലോചിച്ച മനസ്സിലേക്ക് വരും. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും സ്വയം നമ്മുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ നിൽക്കണം. അതാണ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ എന്ന് പറഞ്ഞാൽ, വസ്നു അമാലക്കും ഖബ്ല അൻ തൂസൻ, നിങ്ങളുടെ അമലുകൾ തൂക്കി കണക്കാക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ അമലുകളെ ഒന്ന് തൂക്കണം. നമ്മളെ ഖബറിൽ വെച്ചിട്ട് നോക്കണമെന്നല്ല, മരണം വന്നെത്തുന്നതിന് മുമ്പ് ചിന്തിക്കണം. നരകത്തിന്റെ മുമ്പിൽ എത്തിയിട്ടല്ല. നിങ്ങൾ നിങ്ങളെ തൂക്കണേ. നമ്മൾ നമ്മെ വിചാരണ നടത്തി അവിടേക്ക് ചെന്നാൽ അവിടുത്തെ വിചാരണ എളുപ്പമാകും. നമ്മൾ നന്നാവാനുള്ള എല്ലാ വഴികളും അള്ള മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട്. പക്ഷെ കൂടെ ഒരു ശൈത്താനുണ്ട്. നന്നാവുക എന്നത് കനപ്പുള്ള പോരാട്ടമാണ്. എഴുതി വെക്കണം മനസ്സിൽ. നന്നാവുക എന്നത് കനപ്പുള്ള പോരാട്ടമാണ്.
ആരെങ്കിലും വന്ന് നമ്മെ വിളിച്ചു കൊണ്ടുപോയി നന്നാക്കും എന്നൊന്നും ആരും വിചാരിക്കരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെന്ത് വേണം? നമ്മൾ നമ്മോട് തന്നെ പോരാടിയാലാണ് ശത്രുവിനോടുള്ള പോരാട്ടം. ആരാ ശത്രു? ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ. എത്രയോ യുഗാന്തരങ്ങളോളം പഴക്കമുള്ള അറിവും സാമർഥ്യവുമുള്ള ജീവിത സാഹചര്യങ്ങൾ അറിയുന്ന പിശാചിനോടാണ് നമുക്ക് പോരാടാനുള്ളത്. ആ പോരാട്ടത്തിനുള്ള സമയമായി നമ്മൾ ഇതിനെ കാണണം. മറ്റൊന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മളിൽ മാത്രം പരിമിതമല്ലല്ലോ. നമ്മൾ ചെയ്യുന്ന തെറ്റുകൊണ്ടായിരിക്കും ഒരു തലമുറ നശിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് നമ്മളിൽ മാതൃകയില്ലെങ്കിൽ ആ മക്കൾ നശിക്കാൻ ഒരു പക്ഷേ അത് കാരണമായിരിക്കും. പരത്തി പറയേണ്ട കാര്യമാണ്, നീട്ടി പറയുന്നില്ല. തിരിച്ചു ചൊല്ലുമ്പോൾ എനിക്കെന്തുണ്ട് എന്ന് മനസ്സിൽ തട്ടിയിട്ട് ആലോചിച്ചാൽ ഇക്കൊല്ലത്തെ റമളാൻ നന്നാവും. സഹോദരങ്ങളെ, ഒന്ന് ആലോചിക്കണം. ഈ റമളാനും അങ്ങനെ കടന്നു പോവരുതേ എന്ന ചിന്ത മനസ്സിൽ വരണം കേട്ടോ. ഇല്ലെങ്കിൽ നന്നാവൂല. ഇപ്പൊ തന്നെ നന്നാവണം. നോക്കിയേ, ഒരു 10 റുപ്യ നമ്മുടെ കയ്യിൽ ഇന്ന് വന്നാൽ ഈ 10 അവകാശികളുണ്ട്. ആരൊക്കെ അവകാശി? നമ്മുടെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, ഉമ്മി ബാപ്പി എല്ലാവരും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ഒരു മിനിറ്റ് നേരത്തെ വന്ന് ഒരു അൽഖൗഫ് ഓതിയിട്ട് ഒന്ന് ദുആ ചെയ്താൽ ഈ സുന്നത്ത് നിസ്കാരത്തിന് വരെ കിട്ടുന്ന കൂലിയുണ്ടല്ലോ, ഒരു മനുഷ്യനും കൊടുക്കണ്ട. നമുക്ക് സ്വന്തം അധ്വാനിക്കുന്ന സമ്പത്തിന്റെ വിഹിതം മറ്റുള്ളവർക്കുണ്ട്. ഈ അധ്വാനിക്കുന്ന ഈ അമലുണ്ടല്ലോ, ഇതിന്റെ കൂലി ആർക്കും കൊടുക്കണ്ട. അപ്പൊ എങ്ങനെ ഒരുങ്ങണം? ഒരു പണ്ഡിതനോട് ചോദിക്കാണ്, റമളാന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ ഒരുങ്ങണ്ടെന്ന്. അദ്ദേഹത്തിന് അതിന് കൊടുത്ത മറുപടിയുടെ ഒരു സംഗ്രഹം പറയുന്നത് എങ്ങനെ അറിയാം? അതിനെ ക്രോഡീകരിച്ചിട്ട്, അടുത്ത ആഴ്ച നമ്മുടെ മകളുടെ വിവാഹമാണ് എന്ന് നിങ്ങൾ വിചാരിക്കൂ. ഒരിക്കൽ എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ 2 മാസം മുമ്പ് ഫിക്സ് ചെയ്ത മകളുടെ കല്യാണാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും അതിനു വേണ്ടി നമ്മൾ ഇങ്ങനെ കണക്കൂട്ടം. നമ്മുടെ മനസ്സിൽ അതന്നെ ആയിരിക്കും, അല്ലേ? അടുത്ത മാസത്തിൽ ഒരു ഷോപ്പ് തുടങ്ങണം. പുതിയ അങ്ങാടിയില് നമ്മൾ പുതിയൊരു ഷോപ്പ് കട തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ കടയെ കുറിച്ചുള്ള ചർച്ച എന്ത് തുടങ്ങും? നിങ്ങളുടെ മനസ്സിൽ അത് എപ്പോഴൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടു വരും. എത്ര കാലം ചിന്തിക്കും? ഒരുക്കങ്ങൾ എത്രയാവും? ജീവിതത്തെ നിർണയിക്കുന്ന റമളാനിന്റെ ഒരുക്കം ഏതൊക്കെ രൂപത്തിലപ്പോൾ നമ്മൾ നടത്തണം? ഒരു വാക്കുകൂടി പറഞ്ഞു നിർത്തുകയാണ് കേട്ടോ. ഒന്നാമത്, തൗബയോടെയായിരിക്കണം നമ്മൾ റമളാനെ സ്വീകരിക്കേണ്ടത്. സാന്ദർഭികമായിട്ടത് പറയാം, നന്നായി പ്രാർത്ഥിക്കണം എന്നുള്ള നിലക്ക്. ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്ന വെച്ചറിയാം? നമ്മളിൽ ഇന്റെ അടുത്തും ഇങ്ങടെ അടുത്തൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട്. അത് റബ്ബിനോടുള്ള ബന്ധങ്ങൾ നന്നാക്കിയിട്ട് വേണം മുന്നോട്ട് പോവാൻ. കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നേ അല്ലാഹ് കബൂൽ ചെയ്യുള്ളൂ. തൂബൂ ഇലല്ലാഹി തൗബതൻ നസുഹ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു തെറ്റുണ്ടെങ്കിൽ കേൾക്കണട്ടോ നല്ലപോലെ. ജീവിതത്തിൽ ഒരു തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ ഇഖ്ലാസോടുകൂടി ഒരു നന്മയും ചെയ്യാൻ കഴിയൂല. നിങ്ങൾ കയ്യെട്ടിയൊക്കെ ഉണ്ടോ? നമുക്ക് ആദ്യം ഓർമ്മ വരിക അതറിയോ? വേണ്ടാത്തരങ്ങളായിരിക്കും. നോമ്പിന് ചൂടുള്ള പകല നല്ല അത്യാവശ്യമൊക്കെ ചൂടുണ്ടാവും. പക്ഷേ നമുക്ക് വെറുതെ തോന്നും. ദാഹോ വിശപ്പൊക്കെ ഇങ്ങനെ വരുമ്പോ, പഠിച്ചോനെ എനിക്കിത് എത്തിക്കൂടുവോ? നോമ്പ് മുറിക്കേണ്ടി വരുമോ? ഞാൻ അത്ര നല്ല, അതിന് മാത്രം നല്ലൊരു സാധനമൊന്നും അല്ലല്ലോ. മനസ്സിലിങ്ങനെ തോന്നലുകൾ വരും. അതുകൊണ്ട് അത് വരാതിരിക്കാനാണ് അള്ളാഹുവിന്റെ വജ്ഹ് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആവോളം നന്നായി പോകണം. പ്രധാന വിഷയം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഈ അമല് ചെയ്താൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും. അല്ലാഹ് മലായികത്തീങ്ങളോട് വിളിച്ചു പറയും, അവരും എന്നെ ഇഷ്ടപ്പെടും. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മനസ്സിനെ ഒന്ന് ശരിയാക്കിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു വേണം നമ്മൾ ഇൻഷാ അല്ലാഹ് റമളാനിലേക്ക് പ്രവേശിക്കാൻ. റജബിൽ നട്ട് ശഅബാനിൽ നനച്ച് റമളാനിൽ കൊയ്യാൻ കഴിയണം. അതൊരു കൊയ്ത്തുത്സവമേളയാണ്. അവിടെ നമ്മൾ നന്നായി ഒരുങ്ങണം. ആ ഒരുങ്ങണമെങ്കിൽ
അള്ളാഹുവോട് എപ്പോഴും പ്രാർത്ഥിച്ച് മനസ്സിനെ ഒന്നിങ്ങനെ ഒരുക്കി വെക്കണം. ഇതൊരു ആരാധനയുടെ മേളയാണ്. അങ്ങനെ ഒരുങ്ങാൻ ശ്രമിക്കുക. ഒറ്റ ബാക്കി എന്നതിൽക്കൊള്ളു സുആല്, ബാക്കി നമുക്ക് പിന്നീട് പറയാം. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ മനസ്സിനെ ഒന്ന് ശരിയാക്കി വെക്കണം. പ്രാർത്ഥനയോടുകൂടി നീങ്ങണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു പ്രത്യേക കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ മുസ്ലിമീങ്ങളെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ, നസീഹത്തുകൾ കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഇരുത്തമുണ്ടല്ലോ, ജുമുഅക്ക് വന്നിരിക്കുന്ന ഇരുത്തം, ഇതുപോലെ ഒരു നസീഹത്ത്, ഒരു ഉപദേശം ദീനിൽ വേറെയില്ല. കാരണം വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പടിഞ്ഞാട്ടോട്ട് ഖിബിലക്ക് നേരെ തിരിഞ്ഞിരുന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ ഓരോ സമയവും ജുമുഅയുടെ സമയം എന്ന് പറയുന്നത് ഇത് ഇബാദത്തിന്റെ സമയമാണ്. ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. നമ്മളോട് കച്ചവടം ഉപേക്ഷിക്കാൻ പറഞ്ഞ ഏക സമയം ഇതാ. അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വിളിക്കപ്പെട്ടാൽ ഇതൊരു ദിക്റാണ്. ഞാനത് എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഈ വരലുണ്ടല്ലോ, ഈ വന്നിരിക്കലും ഈ വരവുമൊക്കെ കാതുകൊണ്ടല്ല കേൾക്കേണ്ടത്, ഖൽബ് കൊണ്ട് കേൾക്കണം. ഇത് ഇബാദത്താണ്. നമ്മുടെയൊക്കെ പല സഹോദരങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്, ഇപ്പൊ താഴെ സ്ത്രീകളുടെയൊക്കെ ഭാഗത്ത് സംസാരിക്കുന്ന ആളുകൾ വരേണ്ടെന്ന ജുമുഅ നടക്കുമ്പോ ഞാൻ തന്നെ ഇപ്പൊ 2-3 ജുമുഅയിൽ പറഞ്ഞു, വർത്താനം പറയരുതേ എന്ന്. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ ആ ഗൗരവം ഓർമ്മപ്പെടുത്താനാണ്, ആക്ഷേപത്തിനല്ല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂലുള്ള പറയാ, നിങ്ങൾ ഒരു ഉണക്ക കമ്പ് കൊണ്ട് ആ മണലിൽ ഇങ്ങനെ വരച്ചാൽ നിങ്ങളുടെ ജുമുഅ ബാത്തിലായി എന്ന്. നബി സഹാബത്ത് ഇരിക്കുന്നത് മണലിലാ. സാധാരണ നമ്മളിങ്ങനെ നിലത്തിങ്ങനെ വരക്കൂലേ, വിരലുകൊണ്ട് ഇങ്ങനെ. എപ്പോഴാണ് അശ്രദ്ധയിൽ നമ്മൾ വേറെ ലോകത്താവുമ്പോഴാ. അത്ര വരെ ഇവിടെ നിന്ന് വരുമ്പോ ഈ അശ്രദ്ധ വന്നാൽ ജുമുഅ ബാത്തിലാവും. അടുത്ത് സംസാരിക്കുന്നവരോട് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ പോലും അത് ബാത്തിലാവുന്നതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തില് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ജുമുഅയെ വളരെ ഗൗരവത്തിൽ തന്നെ കാണണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സമയം പരമാവധി നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 10 മിനിറ്റ് നേരത്തെ ഇവിടേക്ക് വന്നാൽ ഈ കിട്ടുന്ന കൂലി നമ്മൾ ആർക്കും കൊടുക്കണ്ട, അത് ഞമ്മക്കുള്ളതാ. 3 ജുമുഅ നമ്മൾ കൃത്യമല്ലാതെ പോയാൽ നമ്മുടെ ഖൽബിൽ അല്ലാഹു എന്ത് ചെയ്യുന്നറിയോ, മറയിടും എന്ന് വരെ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ? 3 ജുമുഅ റെക്കോർഡില്ലെങ്കിൽ ആ ഖൽബ് പിന്നെ എന്തായാലും പ്രശ്നമില്ല എന്ന് വരെ, അല്ലാഹു പരിഗണിക്കൂല എന്ന് വരെ ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗൗരവം നല്ലപോലെ ശ്രദ്ധിക്കണം. വർത്തമാനങ്ങളോ ഈ ദീനിനോട് നിരക്കാത്ത ഒരു സംഗതിയും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, വുളുവെടുത്ത് നിസ്കാരത്തിന് വേണ്ടി ഇങ്ങോട്ട് പള്ളിയിലേക്ക് കയറുമ്പോ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാ, ഇദാ തവല്ല അലിയുൻ തഅയ്യറ വജ്ഹഹു. അലി റളിയല്ലാഹുവിന്റെ മുഖം മാറുന്നത്രേ. അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പിന്നെ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണം എന്നാണ്. ഇങ്ങനെ ഒലുവെടുത്ത് പള്ളിക്ക് കയറിയ മുഖം ആകെ മാറുമ്പോ ചോദിക്കുന്നത് എന്താ പ്രശ്നം എന്നാണ്. അപ്പൊ അയാൾ ചോദിക്കുന്നത്, അതദ്റൂൻ മൻ ഉനാജി, ഞാൻ ആരോടാ വർത്താനം പറയാൻ പോകുന്നതെന്ന് നിനക്കറിയോ എന്നാണ്. എങ്ങനെ? ഞാൻ ആരോടാ വർത്തമാനം പറയാൻ പോകുന്നതെന്ന് നിനക്കറിയോന്നാ. അപ്പൊ ഉള്ളെടുത്തിട്ട് പള്ളിയിലേക്ക് കയറുക എന്ന് പറഞ്ഞാ നമ്മൾ ആരോട് വർത്താനം പറയാനാ കയറുന്നത്?
നമ്മുടെ റബ്ബിനോടല്ലേ. ആ റബ്ബിനോടൊരു ഇഷ്ടം മനസ്സിൽ ഇങ്ങനെ തോന്നണ്ടേ? ആ ഇഷ്ടം തോന്നിക്കൊണ്ട് യാത്ര പുറപ്പെടും മുമ്പ് നമ്മുടെ മൊബൈലോ നമ്മുടെ വാഹനങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി വെക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി വെക്കണം പ്രിയരെ. അതുകൊണ്ട് ആ ശ്രദ്ധ നല്ലപോലെ ഉണ്ടാവണം. എങ്കിലാണ് നമ്മുടെ അമലുകൾ കൊണ്ട് അള്ളാഹു സന്തോഷിക്കുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു പ്രാർത്ഥന ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു തരികയാണ്, നിങ്ങളിന്റെ കൂടെ പറയണം. നിങ്ങൾക്ക് അറിയണതാണ്. അല്ലാഹുമ്മ തുഹ്ഹിർ ഖൽബി മിനൻ നിഫാഖി വഅമലി മിനർ റിയാഇ വലിസാനി മിനൽ കദിബി വഅയ്നി മിനൽ ഖയാനതി യാ അല്ലാഹ്. എല്ലാം വന്നിട്ടതില് അല്ലാഹുമ്മ തുഹ്ഹിർ ഖൽബി മിനൻ നിഫാഖി. പടച്ചോൻ എന്റെ മനസ്സിനെ നിഫാഖിൽ നിന്ന്, കപടതയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ, ശുദ്ധീകരിക്കണേ. വഅമലി മിനർ റിയാഇ, നാട്ടുകാരെ കാണിക്കുന്നതിൽ നിന്ന് എന്റെ അമലിനെ നീ രക്ഷപ്പെടുത്തണേ. വലിസാനി മിനൽ കദിബി, നുണ പറയുന്നതിൽ നിന്ന്, കളവ് പറയുന്നതിൽ നിന്ന് എന്റെ നാവിനെ രക്ഷപ്പെടുത്തണേ. വഅയ്നി മിനൽ ഖയാന, വേണ്ടാത്തരങ്ങളിലേക്ക് നോക്കുന്നതിൽ നിന്ന് എന്റെ കണ്ണിനെ നീ ശുദ്ധീകരിക്കണമേ. ഒന്ന് പറയുമല്ലേ, ജീവിതമൊക്കെ ബന്ധപ്പെട്ടു. അല്ലാഹുമ്മ തുഹ്ഹിർ ഖൽബി മിനൻ നിഫാഖി വഅമലി മിനർ റിയാഇ വലിസാനി മിനൽ കദിബി വഅയ്നി മിനൽ ഖയാനതി യാ അല്ലാഹ്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് നമ്മുടെ കരുത്ത് എന്ന് തിരിച്ചറിയുക. മനസ്സിനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ പരമാവധി ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അതിന് തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 1-2 കാര്യങ്ങൾ പ്രത്യേകം പറയാനുള്ളത്. നാളെ 22-ാം തീയതി അത്താണി പള്ളിയിൽ വെച്ച് ഒരു പ്രൊഫഷണൽ ആളുകൾക്ക് ഒരു ക്യാമ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്നുണ്ട്. ബന്ധപ്പെട്ടവരെല്ലാവരും ദീനി പഠന സദസ്സിൽ, മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. കൂടെ നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ഭാരവാഹിയുടെ പ്രിയതമ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. നമ്മുടെ മറ്റൊരു സഹോദരി നിരന്തരം ഇവിടെ വരുന്ന ഒരാൾ തന്നെ ഒരു അസുഖം ബാധിച്ചുകൊണ്ട് ചികിത്സയിലാണ്. നമ്മളിങ്ങനെ നിരന്തരമായി ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ എല്ലാ നല്ലവരായ ജനങ്ങൾക്കും പ്രിയപ്പെട്ട ഈ മഹദിക്കുമൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ സാന്നിധ്യത്തെ അല്ലാഹു ഇഷ്ടപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഈ സഹോദരി അടക്കമുള്ള നമ്മളിൽ നിന്ന് പലരും അത്തരത്തിൽ രോഗങ്ങളുള്ളവരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിച്ച് ശിഫയും അതേപോലെ തന്നെ ആശ്വാസവും ശമനവും നൽകി ആഫിയത്തും നൽകി അല്ലാഹു തുണക്കുമാറാവട്ടെ. പടച്ച റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മിൽപ്പെട്ട എല്ലാ നല്ലവരായ ജനങ്ങൾക്കും അവനെല്ലാ പാപങ്ങളും വിട്ടുപുറത്തും അപ്പെയ്യുത്തരുമാറാവട്ടെ. മനസ്സ് ശുദ്ധീകരിച്ച് മനസ്സല്ലാഹുവിനെ നൽകി സന്തോഷത്തോടുകൂടി റബ്ബിനെ മുട്ടാനുള്ള തൗഫീക്ക്, ഈ ലോകം പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹജാത് റബ്ബന ഗഫിർ ലനാ വ ലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഖില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ വനജ്നാ മിനൽ ഖൗമിൽ ളാലിമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.